ഹലോ സ്റ്റുഡൻസ്, എൻഗേജ് വിത്ത് ഇംഗ്ലീഷിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആദ്യമായി നമ്മൾ ഒരു ഭാഷ പഠിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ബേസിക്കിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഭാഷ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മലയാളത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും കൃത്യമായ ഘടനയിലാണ് നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു കൃത്യമായ ആശയം കൈമാറാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ഭാഷയും. ഇംഗ്ലീഷിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഫോർമാറ്റ് പാറ്റേൺ ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു മീനിങ് ഫുള്ളായ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്കൊരു പക്ഷെ ഒരുപാട് വാക്കുകൾ അറിയുമായിരിക്കും, പക്ഷേ നമുക്ക് കൃത്യമായ ഒരു മീനിങ് ഫുള്ളായ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതായത് നമുക്ക് കൃത്യമായി എങ്ങനെയാണ്, ഏതു സ്ട്രക്ചറിലാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ്. സോ നമ്മൾ ആദ്യമായി ബേസിക്കിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഒരു സെന്റൻസ് ഫോം ചെയ്യേണ്ടത് എന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആദ്യമായി പഠിക്കുന്നത് ഇംഗ്ലീഷിലെ സെന്റൻസ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് സ്ലൈഡുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്ലൈഡ് നോക്കാം. ചാപ്റ്റർ 1 സെന്റൻസ് സ്ട്രക്ചർ. ആദ്യത്തെ പാഠം സെന്റൻസ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതായത് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാം ഫോളോ ചെയ്യേണ്ട സ്ട്രക്ചർ ഏതാണ്? നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും SVO പാറ്റേൺ. SVO പാറ്റേൺ. ഇതിൽ S എന്താണ്, V എന്താണ്, O എന്താണ്? S എന്നാൽ സബ്ജക്റ്റ്, V എന്നാൽ വേർബ്, O എന്നാൽ ഒബ്ജക്റ്റ്. ഇനി അതിനെ കൃത്യമായി നമുക്ക് ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. താഴെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഐ സ്റ്റഡിഡ് ഇംഗ്ലീഷ്. ആ ഒരു ഉദാഹരണത്തെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. അതായത് സബ്ജക്റ്റ് എന്താണ്, വേർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്. അടുത്ത സ്ലൈഡിൽ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷിന്റെ അർത്ഥം എന്താണ്? ഐ, ഞാൻ. സ്റ്റഡീഡ് എന്നാൽ ട്രൈ ചെയ്യൂ, എന്താണ്? പഠിച്ചു. ഓക്കെ. ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഐ സബ്ജക്റ്റ് ആണ്, സ്റ്റഡീഡ് വേർബ് ആണ്, ഇംഗ്ലീഷ് ഒബ്ജക്റ്റ് ആണ് എന്ന് കൃത്യമായി ആരോ മാർക്ക് സഹിതം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോ സബ്ജക്റ്റ് എന്നാൽ എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഉദാഹരണത്തിൽ നിന്ന്? അതെ, കുറച്ച് പേർക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ വിവരിച്ചു തരാം. അതായത് സബ്ജക്റ്റ് എന്നാൽ പ്രവൃത്തി ചെയ്ത ആളിനെയാണ്, അല്ലെങ്കിൽ ആരാണോ പ്രവൃത്തി ചെയ്തത്, അല്ലെങ്കിൽ എന്താണോ പ്രവൃത്തി ചെയ്തത്. ഒരു സെന്റൻസിൽ ആരാണോ അല്ലെങ്കിൽ എന്താണോ, കാരണം സബ്ജക്റ്റ് ആയിട്ട് ഒരു വസ്തുവോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ വരാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണോ അല്ലെങ്കിൽ എന്താണോ ഒരു സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്നത്, ഓക്കെ, അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഉദാഹരണത്തിൽ ഇംഗ്ലീഷ് ഭാഷ ആരാണ് പഠിച്ചത്? ആ പഠിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്തത് ആരാണ്? ഞാനാണ്. അതുകൊണ്ട് ഐ എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. ഓക്കെ. അപ്പോ ഒരു സെന്റൻസിൽ പ്രവൃത്തി ആരിൽ നിന്നാണോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്ത് വസ്തുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതിനെ സബ്ജക്റ്റ് എന്ന് പറയും. ഇനി ആ സെന്റൻസിലെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് ഏതാണ്? ഈ ഒരു സെന്റൻസിൽ സ്റ്റഡീഡ്, പഠിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി. ഓക്കെ. അപ്പൊ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് വേർബ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് നാം എന്തിനെയാണോ അല്ലെങ്കിൽ ആരെയാണോ ചെയ്യുന്നത്, ഓക്കെ, ആ സബ്ജക്റ്റ് എന്തിനെയാണോ അല്ലെങ്കിൽ ആരെയാണോ ചെയ്യുന്നത്. ഇവിടെ എന്തിനെയാണ് പഠിച്ചത്? ഇംഗ്ലീഷിനെയാണ്. ഓക്കെ. അപ്പോ അതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രവൃത്തി ആരിലാണോ നടന്നത് അല്ലെങ്കിൽ എന്തിലാണോ നടന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുക. അപ്പോ ഇവിടെ SVO പാറ്റേൺ, അതായത് ആദ്യം സബ്ജക്റ്റ് വരണം, പിന്നെ വേർബ് വരണം, പിന്നെ ഒബ്ജക്റ്റ് വരണം. ഈ ഒരു പാറ്റേൺ ആണ് ഇംഗ്ലീഷിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാറ്റേൺ.
ഇനി അടുത്ത സ്ലൈഡിൽ സബ്ജക്റ്റ് എന്നാൽ കൃത്യമായി ഒരു വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. The subject is the person, place, animal or thing that does the action in a sentence. It usually comes at the beginning of the sentence. സബ്ജക്റ്റ് എന്നാൽ ഒരു വ്യക്തിയാകാം, സ്ഥലമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളാകാം, വസ്തുക്കളാകാം. അതാണ് ആ സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വസ്തു. ഓക്കെ. ഇനി ഈ സെന്റൻസിൽ സബ്ജക്റ്റ് എപ്പോഴാണ് വരിക? ആദ്യത്തിലാണ് വരിക, തുടക്കത്തിലാണ്. ഓക്കെ, അറ്റ് ദ ബിഗിനിങ്, തുടക്കത്തിലാണ് സബ്ജക്റ്റ് വരിക. ഉദാഹരണം നോക്കിയാൽ മനസ്സിലാകും. ഒന്നാമത്, സാലിം പ്ലേഡ് ഫുട്ബോൾ. സാലിം പ്ലേഡ് ഫുട്ബോൾ. സാലിം എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരാണ്. പ്ലേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, പ്ലേഡ്. അതെ, പ്ലേഡ് എന്നാൽ കളിച്ചു. ഫുട്ബോൾ കളിച്ചു. ഓക്കെ. രണ്ടാമത്, രാമു എയ്റ്റ് ആപ്പിൾ. രാമു എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. എയ്റ്റ്, അതെ, ഈറ്റ് എന്നതിന്റെ പാസ്റ്റ് ഫോം ആണ്. എയ്റ്റ്, തിന്നു. ആപ്പിൾ തിന്നു. മൂന്നാമത്തത്, ഷീ സോ എ കാറ്റ്. ഷീ കേട്ടിട്ടുണ്ടാകും. അതെ, ഷീ അവൾ. സോ കണ്ടു. ഓക്കെ, സി എന്നതിന്റെ പാസ്റ്റ് ഫോം ആണ് സോ. ഓക്കെ, വേർബാണ്. അവൾ കണ്ടു എ കാറ്റ്, ഒരു പൂച്ചയെ കണ്ടു. ഈ മൂന്ന് ഉദാഹരണങ്ങളിലും നമ്മൾ സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്തേ. അതെ, തുടക്കത്തിൽ വന്ന സാലിം, രാമു, ഷീ, അല്ലെ? കാരണം ഒന്നാമത്തെ സെന്റൻസിലെ പ്ലേ എന്നുള്ള അല്ലെങ്കിൽ പ്ലേഡ് എന്നുള്ള ആ ഒരു വേർബ് ചെയ്തത് ആരാണ്? സാലിമാണ്. അതുകൊണ്ട് സാലിം സബ്ജക്റ്റ് ആണ്. ഓക്കെ. രണ്ടാമത്തെ സെന്റൻസിൽ എയ്റ്റ് എന്നുള്ള പ്രവൃത്തി, അതായത് തിന്നുക എന്നുള്ള പ്രവൃത്തി ആരാണ് ചെയ്തത്? രാമു ആണ്. അതുകൊണ്ട് രാമു സബ്ജക്റ്റ് ആണ്. ഇനി മൂന്നാമത്തത് കാണുക, സി സോ. ഓക്കെ, കണ്ടു എന്നുള്ള പ്രവൃത്തി ആരാണ്? ആരിൽ നിന്നാണ് ഉണ്ടായത്? ഓക്കെ, അവളിൽ നിന്നാണ്. അതുകൊണ്ട് ഷീ എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. അപ്പോ പ്രവൃത്തി ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെന്റൻസിലെ പ്രവർത്തനം ആരിൽ നിന്നാണോ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൽ നിന്നാണോ ഉണ്ടാകുന്നത് അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുക. മനസ്സിലായല്ലോ? അടുത്ത സ്ലൈഡ് നോക്കാം. വേർബ് എന്നാൽ the verb is the action word in the sentence. It tells us what the subject is doing or what is happening. It comes after subject. Okay, വേർബ് എന്നുള്ളത് ഒരു സെന്റൻസിലെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് വേർബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ സംഭവിക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇറ്റ് കംസ് ആഫ്റ്റർ ദ സബ്ജക്ട്. സബ്ജക്ട് കഴിഞ്ഞാൽ വരുന്നതാണ് വേർബ്. ഓക്കെ, രണ്ടാമതായി വരുന്നതാണ് വേർബ്. അപ്പോ നാം ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് ഇടണം, രണ്ടാമതാണ് വേർബ് ഉപയോഗിക്കേണ്ടത്. ഇതിലും സെയിം ഉദാഹരണങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ഉദാഹരണം മാത്രം ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശദമാക്കാം. ഒന്നാമത്തത്, സാലിം പ്ലേഡ് ഫുട്ബോൾ. അതിന്റെ അർത്ഥം നിങ്ങൾ തന്നെ ഒന്ന് തിങ്ക് ചെയ്തേ. കാരണം നേരത്തെ പറഞ്ഞതാണ്. നിങ്ങളുടെ ആ ഒരു മെമ്മറി പവർ എത്രയുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, സാലിം പ്ലേഡ് ഫുട്ബോൾ. സാലിം ഫുട്ബോൾ കളിച്ചു. ഓക്കെ, വെൽ ഡൺ. രണ്ടാമത്തത്, രാമു എയ്റ്റ് ആപ്പിൾ. തിങ്ക് ചെയ്യൂ. എസ്, കുറച്ചു പേർക്ക് കിട്ടിയിട്ടുണ്ട്. എസ്, രാമു എയ്റ്റ് ആപ്പിൾ. രാമു എയ്റ്റ് എന്ന് പറഞ്ഞാൽ തിന്നു. ഈറ്റിന്റെ പാസ്റ്റ് ഫോം ആണ്, തിന്നു. ആപ്പിളിനെ തിന്നു. ഷീ ഫെൽ ഡൗൺ. അവൾ വീണു. അപ്പൊ വീഴുക എന്നുള്ള പ്രവൃത്തി അവൾ ചെയ്തതല്ല, അത് താനെ ഉണ്ടായതാണ്. ഓക്കെ, സ്വയം ഉണ്ടായതാണ്. അതുകൊണ്ടാണ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നത് കൂടി ഡെഫിനിഷനിൽ കൊടുത്തത് വേർബിന്റെ. അതായത് ഒരാൾ ചെയ്ത പ്രവർത്തനത്തെയും അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് സ്വയം ഉണ്ടായ പ്രവർത്തനത്തെയും വേർബിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ഇപ്പൊ വീഴുക എന്നുള്ളത് സ്വന്തമായി ചെയ്യുന്നതല്ലല്ലോ, അത് ഒരാളിൽ നിന്ന് ഉണ്ടായ പ്രവൃത്തിയാണ്, ഉണ്ടാക്കിയ പ്രവൃത്തിയല്ല. അപ്പം പ്രവൃത്തി ഉണ്ടാക്കിയാലും അത് താനെ ഉണ്ടായതാണെങ്കിലും അത് വേർബിൽ പെടുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് സെന്റൻസുകളിലും സബ്ജക്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആരാണ് ചെയ്തത്. ഒന്നാമത്തതിൽ സാലിമാണ്, രണ്ടാമത്തതിൽ രാമുവാണ്, മൂന്നാമത്തതിൽ അവൾ ഷീ ആണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് സെന്റൻസുകളിലും എന്താണ് പ്രവൃത്തി എന്ന് നോക്കാം. ഒന്നാമത്തതിൽ കളിച്ചു, പ്ലേഡ്, അതാണ് വേർബ്.
രണ്ടാമത്തതിൽ ഏത് പ്രവൃത്തിയാണ്? തിന്നുക എന്നുള്ള പ്രവൃത്തി, തിന്നു, എയ്റ്റ്, അതാണ് വേർബ്. മൂന്നാമത്തത് ഫെൽ ഡൗൺ, ഓക്കെ, വീഴുക എന്നുള്ള പ്രവൃത്തിയാണ്. അപ്പോ വീണു എന്നുള്ളതാണ് മൂന്നാമത്തതിലെ വേർബ്. ഓക്കെ, അപ്പൊ വേർബിനെ കുറിച്ച് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് വേർബ് എന്ന് പറയുക. അടുത്ത സ്ലൈഡ്, ഒബ്ജക്റ്റ്. The object is the person or thing that receives the action of the verb. It usually comes after the verb. Okay. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ വസ്തുവാകാം. അതാണ് ആ പ്രവർത്തനത്തെ സ്വീകരിക്കുന്നത്. ഓക്കെ, അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവർത്തനത്തെ സ്വീകരിക്കുന്ന വസ്തു. അതായത് എന്തിനെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെയാണോ ചെയ്യുന്നത്, അതായത് എന്തിലാണോ അല്ലെങ്കിൽ ആരിലാണോ ആ പ്രവർത്തനം നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിനെ പഠിച്ചു എന്നുള്ളത്, ആ പഠിക്കുക എന്നുള്ള പ്രവൃത്തി നടക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഓക്കെ, ചെയ്യുന്നത് ഞാനാണ്, അത് നടക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പൊ എന്തിലാണോ അല്ലെങ്കിൽ ആരിലാണോ അല്ലെങ്കിൽ എന്തിനെയാണോ അല്ലെങ്കിൽ ആരെയാണോ ചെയ്യുന്നത് എന്ന് അർത്ഥമാക്കുന്ന വാക്കിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുക. അപ്പൊ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാകും. സെയിം ഉദാഹരണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അതിന്റെ അർത്ഥം ഒന്ന് ഗസ് ചെയ്യണം. ഒന്ന്, സാലിം പ്ലേഡ് ഫുട്ബോൾ. കിട്ടിയില്ലേ? അതെ അതെ, സാലിം ഫുട്ബോൾ കളിച്ചു. രണ്ട്, രാമു എയ്റ്റ് ആപ്പിൾ. ഒന്ന് ഗസ് ചെയ്യൂ. അതെ അതെ, രാമു ആപ്പിൾ തിന്നു. മൂന്ന്, ഷീ സോ എ ബേർഡ്. അവൾ ഒരു പക്ഷിയെ കണ്ടു. ഓക്കെ, മൂന്നിലും ആദ്യത്തെ വാക്കാണ് സബ്ജക്റ്റ്. സാലിം, രാമു, ഷീ. അപ്പൊ അവർ ചെയ്ത പ്രവർത്തനങ്ങളാണ്, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. പ്ലേഡ്, എയ്റ്റ്, സോ. ഇനി സാലിം എന്തിനെയാണ് കളിച്ചത്? ഓക്കെ, ഫുട്ബോൾ, ഫുട്ബോളിനെയാണ്, അതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി രാമു എന്തിനെയാണ് കഴിച്ചത്? ആപ്പിളിനെയാണ്, അപ്പോൾ അതാണ് ഒബ്ജക്റ്റ്. അവൾ എന്തിനെയാണ് കണ്ടത്? ഒരു പക്ഷിയെയാണ്. ഓക്കെ, അപ്പോ എ ബേർഡ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒബ്ജക്റ്റിനെ കുറിച്ചും കൃത്യമായൊരു വിവരം അല്ലെങ്കിൽ വിശദീകരണം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്ന് ഒരു ക്വിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇവിടെ. ഐഡന്റിഫൈ ദ സബ്ജക്ട്, വേർബ് ആൻഡ് ഒബ്ജക്ട് ഫ്രം ദ സെന്റൻസസ് ഗിവൺ ബിലോ. താഴെ 5 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സെന്റൻസുകളിൽ നിന്നും നിങ്ങൾ സബ്ജക്റ്റ് ഏത് എന്നും വേർബ് ഏത് എന്നും ഒബ്ജക്റ്റ് ഏത് എന്നും ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിലെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞുതരാം. റംല ഡ്രാങ്ക് വാട്ടർ. റംല ഒരു സ്ത്രീയുടെ പേരാണ്. ഡ്രാങ്ക്, അതെ അതെ, ഡ്രിങ്കിന്റെ പാസ്റ്റ് ആണ്, കുടിച്ചു. വാട്ടർ, വെള്ളം. ഐ പ്ലേഡ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചു. സുമേഷ് ടുക്ക് എ ബാസ്കറ്റ്. ടുക്ക് എന്ന് പറഞ്ഞാൽ ടേക്കിന്റെ പാസ്റ്റ് ആണ്. അതെ അതെ, എടുക്കുക. ഓക്കെ, അപ്പോ സുമേഷ് ടുക്ക് എ ബാസ്കറ്റ്. സുമേഷ് ഒരു ബാസ്കറ്റ് എടുത്തു. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ടെൻസ്, ചെയ്ത പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ കൂടുതൽ ടെൻസുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. ഫോർത്ത് വൺ, ജോൺ കട്ട് ദ ട്രീ. ജോൺ കട്ട് എന്ന് പറഞ്ഞാൽ മുറിക്കുക. ഓക്കെ, ദ ട്രീ, മരത്തെ മുറിച്ചു. യു ഫിനിഷ്ഡ് ദ എക്സാം. നീ എക്സാം കംപ്ലീറ്റ് ചെയ്തു, പൂർത്തീകരിച്ചു. ഓക്കെ, ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു, പൂർത്തീകരിച്ചു എന്നുള്ള അർത്ഥം. അപ്പൊ ഈ 5 സെന്റൻസുകളിലും നിങ്ങൾ സബ്ജക്റ്റ് ഏതാണ്, വേർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് സ്കോർ കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ വിലയിരുത്തണം. അതായത് 5-ൽ 5 കിട്ടിയെങ്കിൽ നിങ്ങൾ എക്സലന്റ് ആണ്. 5-ൽ 4 കിട്ടിയതെങ്കിൽ ബെറ്റർ ആണ്. 5-ൽ 3 കിട്ടിയതെങ്കിൽ ഗുഡ് ആണ്. 5-ൽ 2 ആവറേജ് ആണ്. 5-ൽ 1 ബിലോ ആവറേജ് ആണ്. ഒന്നും ശരിയല്ല എങ്കിൽ വാച്ച് അഗെയിൻ ആൻഡ് ലേൺ വെൽ. നിങ്ങൾ വീണ്ടും ഈ ക്ലാസ് കേൾക്കണം, എന്നിട്ട് നന്നായി പഠിക്കണം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ സ്കോർ കമന്റിലൂടെ അറിയിക്കുക. ഇതുപോലെ നമുക്ക് ഇനിയും ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് എൻഗേജ് വിത്ത് ഇംഗ്ലീഷിന്റെ കൂടെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. See you soon.